വചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങി ഇതാ ഈ തിരുനാൾ ദിവസം വന്നെത്തിയിരിക്കുമ്പോൾ ഞങ്ങൾക്കായി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നീ അവതാരം ചെയ്തതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്മസ് അനുഭവത്തിൽ എന്നും എല്ലാ കാലവും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ ആശംസകൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഒരു ആണ്ടുവട്ടത്തിലെ ഏറ്റവും സുന്ദരമായ തിരുനാളാണ് ക്രിസ്മസ്. നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകളുണ്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവർക്ക്, അല്പം മുതിർന്നവർക്ക് നിങ്ങളുടെ നല്ല ബാല്യത്തിൻ്റെ ക്രിസ്മസ് ഓർമ്മകളെ ഈ നേരത്തൊന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. പണ്ട് നക്ഷത്ര വിളക്കുകൾ തൂക്കിയിരുന്നത് ഇന്നത്തതുപോലെ വൈദ്യുതി സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് മണ്ണെണ്ണ വിളക്ക് ഉള്ളിൽ വെച്ച് ഈറ കൊണ്ട് നക്ഷത്രമുണ്ടാക്കിയ ഒരു ബാല്യം. ക്രിസ്മസ് കരോളുകളുടെയും പാതിരാ കുർബാനയുടെയും ഒക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ട്. ഓരോ ക്രിസ്മസും നമുക്ക് പുത്തൻ അനുഭവങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാലും ആകെ ക്രിസ്മസ് മയമാണ്. തെരുവോരങ്ങളൊക്കെ അലങ്കൃതമാണ്. നക്ഷത്രങ്ങൾ കൊണ്ടും ക്രിസ്മസ് കാഴ്ചകൾ കൊണ്ടും നമ്മുടെ കണ്ണിന് സന്തോഷം നൽകുന്ന കാഴ്ചകൾ ചുറ്റുപാടും നമുക്ക് കാണാൻ പറ്റും. ക്രിസ്മസിന് ജാതി മത അതീതമായ ഒരു മാനമുണ്ട്. എല്ലാവരും ഏറ്റെടുക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ്. ഈ സുന്ദര ദിവസത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ നേരട്ടെ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം ക്രിസ്മസ് ദിനത്തിൽ വചനം മാംസമായി അവതരിച്ചതിൻ്റെ ഓർമ്മത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ വചനധ്യാനം ക്രിസ്മസിനെ കുറിച്ച് തന്നെയാകട്ടെ. എൻ്റെ മുഖം കണ്ടപ്പോഴേ പലരും ബൈബിൾ എടുക്കാൻ ഓടിയിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ ബഹളം വെക്കാൻ തുടങ്ങും. ബൈബിൾ എടുക്ക്, തുറക്ക്, വായിക്ക് എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കാൻ തുടങ്ങും എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് നമ്മളൊരു പ്രത്യേക ഭാഗമെടുത്ത് ധ്യാനിക്കുകയല്ല, മറിച്ച് ക്രിസ്മസ് സംഭവത്തെ ആകമാനമൊന്ന് ധ്യാന വിഷയമാക്കുകയാണ്. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ്. രണ്ട്, മനുഷ്യൻ ആ ദൈവിക പദ്ധതിയോട് സഹകരിച്ചതിൻ്റെ ഓർമ്മയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്, ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നു. രണ്ട്, മനുഷ്യൻ ആ ഇറങ്ങി വന്ന ദൈവത്തോട് സഹകരിച്ചു. ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ക്രിസ്മസ്. ഇതിനുള്ളിൽ ക്രിസ്മസ് സംഭവം മുഴുവൻ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പഴയ നിയമം മുഴുവൻ വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവവും ഇസ്രായേലുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ കവനന്റ് പീപ്പിളാണ്. ഉടമ്പടിയുടെ ജനമാണ് ഇസ്രായേൽ. ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട ജനം. ഈ ഉടമ്പടിയിൽ നിന്ന്, ദൈവവും ഇസ്രായേലുമായി ഏർപ്പെട്ട ഉടമ്പടിയിൽ നിന്ന് ആരാണ് വഴി മധ്യേ മാറിക്കളഞ്ഞത്? ആരാണ് ഉടമ്പടി ലംഘിച്ചത്? ആർക്കും ഉത്തരം പറയാവുന്ന ചോദ്യമാണത്. ഉടമ്പടി ലംഘിച്ചത് സംശയമില്ല ഇസ്രായേലാണ്. ദൈവത്തെ മറന്ന് മറ്റു വഴിയെ ചരിച്ചത് ഇസ്രായേലാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? തിരിച്ചു വരേണ്ടത് സംശയമില്ല ഇസ്രായേലിൻ്റെ, ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് വരേണ്ടത്. ദൈവത്തിനിങ്ങനെ കാത്തിരിക്കാനെല്ലാം അവകാശമുണ്ട്. അവന്മാരല്ലേ ഇട്ടിട്ട് പോയത്, തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് ദൈവത്തിന്. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം വീണ്ടും ഇറങ്ങി വരികയാണ്. തന്നെ ഇട്ടിട്ട് പോയവരിലേക്ക്, വീണ്ടും തന്നെ മറന്നു കളഞ്ഞവരിലേക്ക്, ഉപേക്ഷിച്ചു പോയവരിലേക്ക് ദൈവം വീണ്ടും പുറകെ വരികയാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു പ്രയോഗമുണ്ട്. പട്ടിയെപ്പോലെ സ്നേഹിച്ച് കളയും ദൈവം നമ്മളെ.
പുറകെ വന്ന് സ്നേഹിച്ച് കളയും. എത്ര ആട്ടിപ്പായിച്ചാലും വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പുറകെ വന്ന് നമ്മളെ സ്നേഹിച്ച് കളയും ദൈവം. അങ്ങനെ ദൈവം മനുഷ്യൻ്റെ പുറകെ വന്ന് സ്നേഹിക്കുന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. നമുക്കൊരു പാഠമുണ്ട് ഇവിടെ. ഈ പ്രായം വരെ ജീവിച്ച കാലത്ത് ഇതുപോലെ ഉടമ്പടി ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരുപാട്. ഒരു പക്ഷേ ഒരു വാലിഡ് ഉടമ്പടി ദാമ്പത്യ ബന്ധം മാത്രമാണെങ്കിലും ഒരുപാട് സൗഹൃദങ്ങളിൽ, സ്നേഹബന്ധങ്ങളിലൊക്കെ പരസ്പര ധാരണയോടെ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയത് അപരനായിരിക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിലപാട് എന്തായിരുന്നു? ഇറങ്ങിപ്പോയവർ തിരിച്ചു വരട്ടെ എന്ന് നിസ്സംഗതയോടെ, ലാഘവത്തോടെ ഇരിക്കുകയല്ലേ നമ്മളിൽ പലരും. കുറച്ചുകൂടൊന്ന് താഴ്ന്ന്, കുറച്ചുകൂടൊന്ന് എളിമപ്പെട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കിനി കഴിഞ്ഞിട്ടില്ല. ലളിതമായ ഉദാഹരണങ്ങൾ ഏറെ പറയാൻ പറ്റും. വളർത്തി വലുതാക്കിയ മകൻ, മകൾ പെട്ടെന്നൊരു ദിവസം തന്നിഷ്ടം കാണിച്ചൊരു തീരുമാനമെടുത്തു, നമ്മളിൽ നിന്നും അകന്നുപോയി. ഇനി നമ്മൾ നോക്കിയിരിക്കുകയാണ്. എന്നെങ്കിലും തെറ്റ് മനസ്സിലാക്കി അവൾ തിരിച്ചു വരട്ടെ. ദൈവത്തിൻ്റെ ശൈലി അതല്ല. ഇടറിപ്പോയവനിലേക്ക്, വീണുപോയവനിലേക്ക്, ഉപേക്ഷിച്ചു പോയവനിലേക്ക് തിരികെ ചെല്ലുന്ന ശൈലിയാണ് ക്രിസ്മസ്. അതാണ് ദൈവത്തിൻ്റെ ശൈലി. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒന്നാമത്തെ പാഠം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ശൈലി നമുക്കൊന്ന് കോപ്പിയടിക്കണം. അത് ഈ കാലത്തിന് ആവശ്യമാണ്. ഇറങ്ങി വരുന്ന സ്വർഗത്തിൻ്റെ മഹിമ പ്രതാപങ്ങളെ വിട്ടുപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ്റെ ശൈലി ഇത്രയേ ഉള്ളൂ. ചോദ്യം, ദൈവത്തിന് ഇറങ്ങി വരാമെങ്കിൽ ഇനി ആർക്കും ഇറങ്ങാം. ദൈവത്തിന് ഇറങ്ങി വരാമെങ്കിൽ ഇനി ഏത് അപ്പനും മക്കളിലേക്ക് ഇറങ്ങി വരാം. ഏത് അധ്യാപകനും ശിഷ്യഗണത്തിലേക്ക് ഇറങ്ങി വരാം. ഏത് വികാരിയച്ഛനും ഇടവക ജനങ്ങളിലേക്ക് അല്പം കൂടെ താന്ന് ഇറങ്ങി വരാം. അതിന് പറ്റണം. ഏതു നേതാവിനും അനുയായികളിലേക്ക് കുറച്ചുകൂടൊന്ന് ഇറങ്ങി വരാം. ദൈവത്തിന് താഴേക്കിറങ്ങാമെങ്കിൽ ഇനി ആർക്കും താഴേക്കിറങ്ങാം. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് യുക്തിയുണ്ട്, ബുദ്ധിയുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നവരുടെ കുറച്ച് ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനുഷ്യർക്ക് രക്ഷ നൽകാൻ വേണ്ടി ദൈവം അങ്ങനെ ഇറങ്ങി വരേണ്ട കാര്യം ഉണ്ടായിരുന്നു? അവിടെ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ നിന്നെ രക്ഷിക്കുന്നുവെന്ന്? അങ്ങനെ ഇറങ്ങി വരവിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വേഗം ചെറിയ വാക്കുകളിൽ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കും. ദൈവത്തിൻ്റെ ഇറങ്ങിവരവും മനുഷ്യൻ്റെ ഉത്തരവുമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ഇറങ്ങിവരവാണ് ഈ ചിന്തിച്ചതൊക്കെയും. ഫുൾട്ടൻ ജേഷീൻ്റെ ഒരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഫുൾട്ടൻ ജേഷീൻ നിങ്ങൾക്കറിയാം. ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ വാർത്തയിൽ കണ്ടതാണ്. ആരാണ് ഫുൾട്ടൻ ജേഷീൻ? അമേരിക്കൻ ബിഷപ്പ്, റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ മെത്രാൻ. ഇന്ന് സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഫുൾട്ടൻ ജേഷീൻ എന്ന അമേരിക്കൻ ബിഷപ്പ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: സൂര്യനാണ് പിതാവായ ദൈവം, നമ്മളൊക്കെയോ ആകാശത്തെ മേഘമാണ്. എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻ്റ് ആണ്. വെള്ളം ഇങ്ങനെ ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മളൊക്കെ. എപ്പോഴോ നമ്മൾ ഈ ആകാശം വിട്ട് ഭൂമിയിലേക്ക് പതിച്ചു. ഭൂമിയിൽ ഇങ്ങനെ ചെളിവെള്ളമായി നമ്മൾ കിടക്കുകയാണ്. അതാണ് നമ്മുടെ പാപാവസ്ഥ. ഫുൾട്ടൻ ജേഷീൻ്റെ ഭാഷയാണ്. നമുക്ക് വേഗം ചേർത്ത് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളൊക്കെ ഭൂമിയിൽ പതിച്ചു പോയി ചെളിവെള്ളമായി കിടക്കുകയാണ്. സൂര്യന്, പിതാവായ ദൈവത്തിന് ഒരാഗ്രഹമേ ഉള്ളൂ. ഈ ചെളിവെള്ളത്തെ, നമ്മളായ ഈ പാപമംഗിലമായ ചെളിവെള്ളത്തെ വീണ്ടും ആകാശങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് തിരിച്ചെടുക്കണം. അതിന് സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ അവൻ്റെ പ്രകാശത്തെ ഭൂമിയിലേക്ക് അയക്കുന്നു. റേ ഓഫ് ലൈറ്റ്. സൂര്യൻ വരുന്നില്ല. സൂര്യൻ അതുപോലെ ഇങ്ങോട്ട് വന്നാൽ ഭൂമി കത്തിച്ചാമ്പലായി പോകും. അപ്പോൾ സൂര്യൻ്റെ പ്രകാശകിരണം ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് പതിച്ച സൂര്യൻ്റെ പ്രകാശകിരണത്തിൻ്റെ പേരാണ് പുത്രൻ തമ്പുരാൻ. അങ്ങനെ ഈ പ്രകാശകിരണം ഭൂമിയിൽ പതിച്ചു. ഏതളവിൽ? ഈ വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് ആവിയായി മുകളിലേക്ക് എടുക്കപ്പെടണം. ആ അളവിൽ, അതിനു വേണ്ട കൃത്യം അനുപാതത്തിലും
അളവിലും സൂര്യകിരണം ഭൂമിയിലേക്ക് പതിച്ചു. എന്താണ് ഫലം? ഈ ജലം വീണ്ടും ആകാശത്തിലേക്ക് എടുക്കപ്പെടുന്നു. മനുഷ്യാവതാരത്തെക്കുറിച്ച് ഫുൾട്ടൻ ജഷീൻ അവതരിപ്പിച്ച ശൈലിയാണിത്. ഇത് കൃത്യമാണ് ധ്യാനിക്കുമ്പോൾ. മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള കൃത്യമളവിൽ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇതാണ് മനുഷ്യാവതാരം. ഇനി നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? ദൈവം ദാ ഇറങ്ങി വന്ന്, വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞാൻ വാതിൽക്കൽ വന്ന് കൊട്ടുന്നു, നിങ്ങളുടെ വാതിൽക്കൽ ഞാൻ നിൽക്കുന്നു, ഞാൻ കൊട്ടുന്നു, നോക്ക് ചെയ്യുന്നു. ആരെങ്കിലും അകത്ത് നിന്ന് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവരോടൊപ്പം വിരുന്നിനിരിക്കുകയും ചെയ്യും, ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. ക്രിസ്മസിൽ ദൈവത്തിൻ്റെ ഭാഗം ദൈവം വെടിപ്പായി ചെയ്തു തീർക്കുന്നുണ്ട്. ഓരോ ദിവസവും അവൻ ഇറങ്ങി വരുന്നുണ്ട് നമ്മളിലേക്ക്. കുർബാനയായി, വചനമായി, അഭിഷേകമായി നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. ഇനി നമ്മുടെ റോളാണ്, ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് റെസ്പോണ്ട് ചെയ്യുക, പ്രത്യുത്തരം നൽകുക എന്നുള്ളത്. ക്രിസ്മസ് സംഭവത്തിലേക്ക് നോക്കിക്കേ. ബൈബിളിൽ സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ച് പരിചയിച്ച ക്രിസ്മസ് സംഭവങ്ങളിൽ എത്രയോ പേരാണ് ദൈവിക പദ്ധതിയോട് പ്രത്യുത്തരിച്ചത്. ആരൊക്കെയാണ് നിങ്ങളുടെ അറിവിൽ? തീർച്ചയായിട്ടും പരിശുദ്ധ കന്യകാമറിയം, 10-14 വയസ്സ് മാത്രമുള്ളൊരു യഹൂദ പെൺകുട്ടി, വളരെ സാധാരണമായ ഒരു ജീവിതം ജീവിക്കുന്നവൾ. അവളുടെ മുമ്പിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു, രക്ഷയുടെ പുതിയ ചരിത്രം ഞാൻ ആരംഭിക്കാൻ പോകുന്നു, നിനക്കെൻ്റെ കൂടെ നിൽക്കാമോ? മറിയത്തിൻ്റെ ഉത്തരം യെസ് അഥവാ നോ. ചരിത്രം മുഴുവൻ നിശ്ചലമായി നോക്കി നിൽക്കുകയാണ് മറിയത്തിങ്കിലേക്ക്. ആദം മുതലുള്ള പൂർവ്വപിതാക്കന്മാർ മറിയത്തിലേക്ക് നോക്കുകയാണ്. കാരണം അവളുടെ ഉത്തരം അവരുടെ കൂടെ രക്ഷയ്ക്ക് കാരണമാകും. അവൾ യെസ് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം പുതിയ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നോ പറഞ്ഞാലോ എല്ലാം പഴയതുപോലെ. മറിയം പറഞ്ഞു, യെസ്, ഞാൻ തയ്യാറാണ്. യൗസേപ്പ് എന്ന ഒരു മരയാശാരിയുടെ അടുത്ത്, യുവാവായ യഹൂദൻ്റെ അടുത്തേക്ക് ദൈവം വന്നിട്ട് ചോദിക്കുന്നു, നിനക്കൊന്ന് കൂടെ നിൽക്കാമോ? എൻ്റെ കൂടെ നിൽക്കാമോ? എൻ്റെ പുത്രനെ നീ ഒന്ന് വളർത്താമോ? എൻ്റെ പുത്രന് നീ ഈ ഭൂമിയിൽ അപ്പനായിരിക്കാമോ? അവൻ ഈശോ എന്ന് പേരിടാമോ എന്ന് ചോദിച്ചുകൊണ്ട് യൗസേപ്പിൻ്റെ മുമ്പിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. യൗസേപ്പ് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. പിന്നീട് ആട്ടിടയന്മാരുടെ മുമ്പിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, നിങ്ങൾക്കായി രക്ഷകൻ പിറന്നിരിക്കുന്നു. ആട്ടിടയന്മാർ പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ യാത്ര ആരംഭിച്ചു. കിഴക്ക് നിന്ന് വന്ന ജാനികളുടെ മുമ്പിലേക്ക് നക്ഷത്രമായി ദൈവത്തിൻ്റെ അറിയിപ്പ് വരുന്നു, രക്ഷകൻ പിറന്നിരിക്കുന്നു. ജ്ഞാനികൾ പറഞ്ഞു, ഞങ്ങളും വിശ്വസിക്കുന്നു. യാത്ര തുടങ്ങുന്നു. ഏതോ ദേശത്ത് പിറന്നിരിക്കുന്ന രക്ഷകനിൽ വിശ്വസിച്ചുകൊണ്ട് അവർ യാത്ര തുടങ്ങുന്നു. ഒരുപാട് പേര് ദൈവിക പദ്ധതിയോട് യെസ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അങ്ങനെ പറയാൻ കഴിയാതെ പോയവർക്ക് ക്രിസ്മസ് അന്നും ഇന്നും അന്യം നിൽക്കുന്നു. ക്രിസ്മസ് സംഭവത്തിൽ ആരാണ് അങ്ങനെ ദൈവത്തോട് ഒരു യെസ് പറയാൻ മറന്നുപോയ ആള്? സംശയമില്ല, ക്രിസ്മസ് സംഭവത്തിൽ ഏക വില്ലൻ കഥാപാത്രം നമുക്കൊക്കെ അറിയാം, ഹെറോദോസ്. ദൈവിക പദ്ധതിയോട് യെസ് പറയാൻ, ദൈവിക പദ്ധതിയോട് മറുതലിച്ച് നിന്നവൻ അന്നും ഇന്നും വില്ലൻ കഥാപാത്രം തന്നെയാണ്. അവന് ഈ പൂജരാജാക്കന്മാരിൽ നിന്ന് സൂചന ലഭിക്കുന്നു, രക്ഷകൻ പിറന്നിരിക്കുന്നു, എതിർത്തു. ഇനി കൊട്ടാരത്തിലെ പണ്ഡിതർ പറഞ്ഞു കൊടുത്തു, ശരിയാണത്, ബേത്ലഹേമിലാണ് രാജാവ് പിറക്കാൻ പോകുന്നത്. എതിർത്തു, വിശ്വസിച്ചില്ല. എതിർത്തുവെന്ന് മാത്രമല്ല, ആ നന്മയെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ്റെ അധികാരത്തെ, ശക്തിയെ ഉപയോഗിക്കുന്നു. 2 വയസ്സിന് താഴെയുള്ള എല്ലാ പൈതങ്ങളെയും ഇല്ലാതാക്കി കളയുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഈ അപകടം നമ്മുടെ കാലഘട്ടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തോട് നമ്മൾ യെസ് പറയണം. യെസ് പറയുന്നില്ലെന്ന് മാത്രമല്ല, അതിനോട് എതിർക്കുന്നു മാത്രമല്ല, ആ നന്മയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയെ, ദൈവം നമുക്കായി സമ്മാനിക്കുന്ന കൃപകളെ, ദൈവം ഇറങ്ങി വന്ന് സമ്മാനിക്കുന്ന അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ എണ്ണമേറുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ക്രിസ്മസ് പണ്ടൊക്കെ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് സ്കൂളിലും
സൺഡേ സ്കൂളിലുമൊക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ സ്ഥിരം ചൊല്ലിക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെ കേട്ടു പഴകിയതാണ്, ക്ലീഷേ പോലെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നൊരു കാര്യമാണ്. നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിമിതിയൊന്നുമല്ലത്, ദൈവത്തിന് വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് ദൈവം തീരുമാനിച്ചു നിന്നെ കൂടെ കൂട്ടിയേ, നിന്നെ കൂടെ സഹകരിപ്പിച്ചേ ഈ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുന്നുള്ളൂവെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചു. അതാണ് ക്രിസ്മസ്. കർത്താവിന് ഒറ്റവാക്കിൽ പറയാമായിരുന്നു, എല്ലാം മാറട്ടെ, പുതിയ ചരിത്രം ആരംഭിക്കട്ടെ, പാപങ്ങളെല്ലാം മാഞ്ഞു പോകട്ടെ. അങ്ങനെയല്ല, നിന്റെ സഹകരണം വേണം. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് കർത്താവ് ചോദിച്ചത്. 5 അപ്പവും 2 മത്സ്യവുമായി വിറയാർന്ന കരങ്ങളുമായി ആ ബാലൻ കയറി ചെന്നത് അതുകൊണ്ടാണ് അന്ധനോട് പോലും കർത്താവ് ചോദിച്ചത്, നീ എന്താഗ്രഹിക്കുന്നു? ആർക്കാണറിയാത്തത് അന്ധന് വേണ്ടത് കാഴ്ചയാണെന്ന്. എന്നിട്ടും ചോദിക്കുന്നു, നീ എന്താഗ്രഹിക്കുന്നു? അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, എനിക്ക് കാഴ്ച വേണം. അതുകൊണ്ടാണ് കർത്താവ് തിബേരിയസ് തീരത്ത് ഉദ്ധാനത്തിന് ശേഷം മീൻ പിടിച്ച് തീരത്തേക്ക് വന്നവർക്കായി ചുട്ട മീനുമായി കാത്തിരുന്നപ്പോഴും അവൻ ചോദിച്ചു, മക്കളെ, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഇപ്പോൾ പിടിച്ചത് കൊണ്ടുപോവാ, ഫ്രഷായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോവാ. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സംഭവമല്ല, അത് അനുദിന ജീവിത യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട് നിൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് എഴുതാൻ ആഗ്രഹിക്കുന്ന രക്ഷയുടെ പുതിയ ചരിത്രത്തോട് നീ സഹകരിക്കുമ്പോഴൊക്കെയും നിൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കുമ്പോഴൊക്കെയും ക്രിസ്മസ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കേവലം ക്രിസ്മസ് ഡിസംബർ 25 തിരുനാളായി ചുരുങ്ങിപ്പോകരുത്. ഇന്നൊരു ദിവസം പാതിരാ കുർബാന അർപ്പിച്ചും, ഇന്നൊരു ദിവസം നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സകലമാന ജീവജാലങ്ങളെയും കൊന്നു കറി വെച്ച് തീന്മേശയിൽ വിളമ്പി നന്നായി കഴിച്ച് നന്നായി ഉറങ്ങി തീർന്നു പോകേണ്ട ഒരു തിരുനാളായി ക്രിസ്മസിനെ ചുരുക്കി എഴുതരുതേ. ക്രിസ്മസ് ആണ്ടുവട്ടത്തിൻ്റെ 365 ദിവസവും സംഭവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ദൈവത്തോട് സഹകരിക്കുമ്പോഴൊക്കെയും അതിൻ്റെ പേര് ക്രിസ്മസ് എന്നാണ്. ദൈവത്തോട് സഹകരിക്കുമ്പോഴൊക്കെയും അതിൻ്റെ പേര് ക്രിസ്മസ് എന്നാണ്. ഒരു ജനതയുടെ കാത്തിരിപ്പിന് കർത്താവ് കൊടുത്ത ഉത്തരമല്ലേ ക്രിസ്മസ്? എത്രയോ പേര് ആഗ്രഹിച്ച് കാത്തിരുന്നു. അതുകൊണ്ടല്ലേ ശിമയോൻ എന്ന വന്ധ്യവയോധികൻ ഉണ്ണിയെ ദേവാലയത്തിൽ സമർപ്പിച്ച മറിയത്തിൻ്റെ കൈകളിൽ നിന്ന് പൈതലിനെ വാങ്ങിച്ചെടുത്തിട്ട് ആകാശങ്ങളിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചാലും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ച രക്ഷ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. കാണേണ്ട കാഴ്ച ഞാൻ കണ്ടു കഴിഞ്ഞു. ഇനി എന്നെ തിരിച്ചു വിളിച്ചാലും. ഒരു ജനത്തിൻ്റെ കാത്തിരിപ്പിന്, പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിന് ദൈവം കൊടുത്ത ഉത്തരത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, വീട്ടകങ്ങളിലിരുന്ന്, TV-യിൽ, യാത്രാമധ്യേ മൊബൈലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടായി എനിക്ക് പറയാനുള്ളത്, നീയും കാത്തിരിപ്പുണ്ട് ദൈവത്തിൻ്റെ ഒരിടപെടലിനായി. ഏറെ നാളായി പ്രാർത്ഥിക്കുന്നൊരു കാര്യത്തിന് ഉത്തരം കിട്ടാനുണ്ട്. ഏറെ നാളായി പൊഴിക്കുന്ന കണ്ണീരിന് ശമനം ആവശ്യമുണ്ട്. ഏറെ നാളായുള്ളൊരു നൊമ്പരത്തിന് സൗഖ്യം ആവശ്യമുണ്ട്. കാത്തിരിപ്പുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിനായി. ക്രിസ്മസ് പഠിപ്പിക്കുന്ന പാഠം, ദൈവം ഇടപെടും. ദൈവം ഇടപെടുക തന്നെ ചെയ്യും. സമയം തെല്ലു വൈകിയാലും കർത്താവിന് ഒരു ഉത്തരമുണ്ടെന്ന് മറക്കരുതേ. ഞാൻ പ്രത്യേകം പറഞ്ഞോർമ്മിപ്പിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഉത്തരം വൈകിയെന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം ഉത്തരമില്ല എന്നല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നോട്ട്ബുക്കിൽ കുറിച്ചിടാൻ പോകണ്ട, ഹൃദയത്തിൽ കുറിച്ചിടുക. ഉത്തരം വൈകുന്നു എന്നതുകൊണ്ട് കർത്താവിൻ്റെ പക്കൽ ഉത്തരമില്ല എന്നർത്ഥമില്ല. മറിച്ച് ഒരു മെച്ചപ്പെട്ട ഉത്തരം അവൻ നിനക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ സക്കറിയായുടെ അടുത്ത് ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ പ്രസവിക്കും. സക്കറിയയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം പ്രാർത്ഥിച്ച പ്രാർത്ഥന സക്കറിയ പോലും മറന്നുപോയി. ഒരു കൊച്ചിന് വേണ്ടിയാണ് ഇത്രയും കാലം പ്രാർത്ഥിച്ചത്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട്
ആ പ്രാർത്ഥന ഇപ്പോൾ സക്കറിയ പോലും മറന്നുപോയി, എലിസബത്തും മറന്നുപോയി. രസമുള്ള കാര്യം, സക്കറിയായും എലിസബത്തും മറന്നപ്പോഴും അവരുടെ പ്രാർത്ഥന ദൈവം മറന്നില്ല. സക്കറിയായും എലിസബത്തും മറന്നപ്പോഴും അവരുടെ പ്രാർത്ഥന ദൈവം മറന്നില്ല. എന്താശ്വാസം നൽകുന്ന ചിന്തയാണത്. നിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചൊടുക്കം ഉത്തരം കിട്ടാതെ വന്നപ്പോൾ നീ തന്നെ ആ പ്രാർത്ഥന ചിലപ്പോൾ മറന്നുപോയി കാണും. പക്ഷെ ഓർക്കണേ, കർത്താവ് ആ പ്രാർത്ഥന മറന്നിട്ടില്ല. സ്നാപക യോഹന്നാനെ പോലെ ശക്തനായ ഒരു സന്തതിയെ സക്കറിയായ്ക്കും എലിസബത്തിനുമായി നൽകിയ ദൈവം നിനക്കായി സുന്ദരമായ ശക്തമായ ഒരു ഉത്തരം നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുക. അതിന് ചെയ്യേണ്ടത് ദൈവിക പദ്ധതിയോട് സഹകരിക്കുക. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വചന സന്ദേശം. ഞാൻ പറഞ്ഞു, ഒരു കൃത്യം ഭാഗം എടുക്കാതെ ബൈബിളിനെ ആകമാനം, സുവിശേഷത്തെ ആകമാനം നമ്മളൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ക്രിസ്മസ് എത്ര പ്രസംഗിച്ചാലും തീരാത്ത രീതിയിൽ അങ്ങനെ പരന്നു കിടക്കുകയല്ലേ. സ്വർഗം നിറഞ്ഞു തുളുമ്പി ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലേക്ക് പതിക്കുന്ന ആ സുന്ദര കാഴ്ച കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ട് നമുക്ക് അനർഘനിർഗളം അവർണ്ണനീയമായ രീതിയിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയും. പക്ഷേ 2 കാര്യങ്ങളിലേക്ക് ക്രിസ്മസിനെ ചുരുക്കി ഇത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ക്രിസ്മസ് ദൈവത്തിൻ്റെ ഇറങ്ങിവരവാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ അത് ക്രിസ്മസിൻ്റെ പകുതി ഭാഗമേ ആകുന്നുള്ളൂ. അതിന്നും നടക്കുന്നുണ്ട്. എന്ത്? ദൈവത്തിൻ്റെ ഇറങ്ങിവരവ്, ദൈവത്തിൻ്റെ കരുണ. എന്നിട്ടും എന്താ ക്രിസ്മസ് സംഭവിക്കാത്തത്? 2ാം ഭാഗം നടക്കുന്നില്ല. എന്താ 2ാം ഭാഗം? ആ ഇറങ്ങിവരവിനോട്, ആ കരുണയോട്, ആ പദ്ധതിയോട് മനുഷ്യൻ സഹകരിക്കുമ്പോഴാണ് അത് ക്രിസ്മസ് ആയിട്ട് മാറുന്നത്. സുവിശേഷത്തിൽ എത്രയോ പേര് അങ്ങനെ സഹകരിച്ചപ്പോഴാണ് ഉണ്ണിയുടെ പിറവി, പൈതലിൻ്റെ പിറവി, ഈശോയുടെ പിറവി സംഭവിച്ചത്. അതുകൊണ്ട് ദൈവജനമേ, എൻ്റെ ആശംസയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലും ക്രിസ്മസ് സംഭവിക്കട്ടെ. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നീ ജീവിക്കേണ്ടത് ആ പദ്ധതിയാണ്, നിൻ്റെ പദ്ധതിയല്ല. നിൻ്റെ പദ്ധതി ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും കേവലം ഒരു ദിവസം മാത്രം. ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കുമ്പോൾ നിനക്ക് ഓരോ ദിവസവും ക്രിസ്മസ്. നമുക്ക് എല്ലാ ദിവസവും ക്രിസ്മസ് ആഘോഷിക്കുന്ന സമൂഹമാകണം, ജനമാകണം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.